ഈ കൂർക്കം വലിച്ചു, ഛർദ്ദിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്ന് ഗുണ്ടായിസം കാണിച്ചു, മാനുഷിക പരിഗണന കാണിച്ചില്ല, ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു, സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തു, ഭീഷണിപ്പെടുത്തി, മരുന്നിന്റെ ഡോസേജിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞാണ് ലൈവില് രാവിലെ തന്നെ അടി. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം. 3 ആഴ്ച കൊണ്ട് ഹൗസിലെ പ്രശ്നങ്ങളുടെയും കണ്ടന്റുകളുടെ എല്ലാം വെടി തീർന്ന അവസ്ഥയാണ് ഈ ഒരു പോയിന്റ് ആയപ്പോ. കൊടുങ്കാറ്റിൽ ആന പറന്നു പോയപ്പോഴാണ് ഇവരുടെയൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. കണ്ട് മടുത്തു ഈ വഴക്കും ബഹളവും ഒക്കെ. ബിഗ് ബോസ് വരെ കണ്ട് മടുത്തു കാണും. അതായിരിക്കും സർക്കസിന്റെ ടാസ്ക് കൊടുത്ത് എന്റർടൈൻമെന്റ് മൂഡിലേക്ക് കൊണ്ടുപോയത് ഈ ഒരാഴ്ച. എല്ലാ സമയവും ഇത് തന്നെയാണ്. ഇന്നലെ രാവിലെയും ഇത് തന്നെ ലൈവില്. വെറുതെ വഴക്കും ബഹളവും അലമ്പും. ഒരു കാര്യമുള്ള കാര്യവുമല്ല. ബോറടിക്കില്ല മനുഷ്യന്മാർക്ക് എപ്പോഴും ഇത് തന്നെയായാലും. അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് ജാൻമണിക്ക് ഒരു ലാഫിംഗ് തെറാപ്പി ടാസ്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത്. ജാൻമണി നല്ലൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരവും എല്ലാം ഒരു കാരിക്കേച്ചറിഷ് ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിരി വരും അത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ. പക്ഷെ സബ് ടൈറ്റിൽ ഇടണമെന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ. പക്ഷെ ജാൻമണിക്ക് ഈ ഒരു ടാസ്ക് നേരെ മനസ്സിലായില്ല. ഈ ഒരു ലാഫിംഗ് തെറാപ്പി ടാസ്ക് എല്ലാരും കൂടി പറഞ്ഞു കൊടുത്തപ്പോൾ ജാൻമണിക്ക് മനസ്സിലായി. എന്നിട്ട് കറക്റ്റായിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്തു. നല്ലതായിരുന്നു. വഴക്കിനും ബഹളത്തിനും നോക്കി ഒരു മോചനം തന്നെയായിരുന്നു ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തത്. അതായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.